പ്രേമലു മലയാളത്തിലെ ഒരു ചിരിപ്പടം. പ്രേമലു റിലീസാകുന്നതിന് മുമ്പ് ഈ അടുത്ത് ഒന്നും ഒരു മലയാള പടം കണ്ടിട്ട് ഇത്രയേറെ മലയാളികൾ ചിരിച്ചിട്ടുണ്ടാവില്ല. സിറ്റുവേഷൻ കോമഡികൾ കൊണ്ട് ഒരു കിടില റൈഡ് തന്നെയാണ് സിനിമാ പ്രേമികൾക്കായി ഗിരീഷ് ഏടി എന്ന സംവിധായകൻ പ്രേമലു കൊണ്ട് തീർത്തത്. നായകനായി നസ്ലിനും നായികയായി മമിത ബൈജുവും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. ക്ലൈമാക്സിനോട് അടുക്കുമ്പോഴാണ് മമിതയുടെ പ്രകടനങ്ങൾക്കാണ് ഏറെയും കയ്യടികൾ വീണത്. നായകനും നായികയും മാത്രമല്ല, സഹനടി നടന്മാരും ഗംഭീര പ്രകടനമാണ് ഈ സിനിമയിൽ കാഴ്ചവെച്ചിട്ടുള്ളത്. ഗിരീഷ് ഏടിയുടെ മുൻ ചിത്രങ്ങളെ പോലെ തന്നെ വളരെ കളർഫുള്ളായിരുന്നു പ്രേമലു. പ്രേമലു വൻ വിജയത്തോടെ ഇതുവരെ സഹനടി വേഷങ്ങളിൽ തിളങ്ങിയിരുന്ന മമിത ബൈജു നായികയായി ഉയർന്നിരിക്കുകയാണ്. സഹനടിയായി തിളങ്ങിയിരുന്നപ്പോൾ തന്നെ മമിതയ്ക്ക് ഒരു വലിയ ആരാധകവൃന്ദമുണ്ടായിരുന്നു. ഗിരീഷ് ഏടിയുടെ തന്നെ സൂപ്പർ ശരണ്യ അടക്കമുള്ള സിനിമകളാണ് സഹനടിയായി അഭിനയിച്ചുകൊണ്ടായിരുന്നപ്പോൾ തന്നെ മമിതയ്ക്ക് സ്വീകാര്യത ലഭിക്കാനുണ്ടായ കാരണം. 2017 പുറത്തിറങ്ങിയ സർവോപരി പാലക്കാരൻ എന്ന സിനിമ മുതലാണ് മമിത സിനിമയിൽ മുഖം കാണിച്ചു തുടങ്ങിയത്. പിന്നീട് ഹണിബി ടു സെലിബ്രേഷൻ, ഡാകിനി, കൃഷ്ണം, വരത്തൻ, വികൃതി, കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് തുടങ്ങിയ സിനിമകളിലും മമിത അഭിനയിച്ചു. ഓപ്പറേഷൻ ജാവ, കൊക്കോ, സൂപ്പർ ശരണ്യ, പ്രണയവിലാസം, രാമചന്ദ്രൻ, ബോസ് ആൻഡ് കോ എന്നീ ചിത്രങ്ങളിലാണ് പക്ഷെ മുഴുനീള വേഷങ്ങൾ മമിതയ്ക്ക് ലഭിച്ചത്. ഇപ്പോൾ മലയാളത്തിൽ മാത്രമല്ല തമിഴിലും തിരക്കുള്ള നടിയാണ് മമിത. സിനിമാ പാരമ്പര്യമൊന്നുമില്ലാത്ത കുടുംബത്തിൽ നിന്നും സിനിമയിലേക്ക് എത്തിയ മമിത പ്രേമലുവിൻ്റെ വിജയത്തിന് ശേഷം ഇതുവരെയുള്ള തൻ്റെ സിനിമാ ജീവിതത്തെക്കുറിച്ച് ചില അവസരങ്ങളിൽ മനസ്സു തുറക്കുന്നുണ്ട്. അതിൽ നടി പറയുന്നു, ചെറുപ്പത്തിലെ സ്വപ്നത്തിൽ പോലും താൻ നായികയാകുന്ന സിനിമയെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ലായിരുന്നു എന്നാണ്. സിനിമാ പാരമ്പര്യങ്ങളൊന്നുമില്ലാത്ത കുടുംബത്തിൽ വളർന്നയാളാണ് താനെന്ന് നടി പറയുന്നു. എന്നാൽ കുട്ടിക്കാലം തൊട്ടേ സിനിമ എന്ന മീഡിയത്തോട് വല്ലാത്തൊരു ഇമ്പവും പാഷനും ഉണ്ടായിരുന്നു. എന്നാൽ അന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ നായികയാകുന്ന ഒരു സിനിമയെക്കുറിച്ച് ചിന്തിച്ചിരുന്നില്ല. അപ്രതീക്ഷിതമായാണ് പിന്നീട് സിനിമയിലേക്ക് എത്തിയത്. ഒരുപിടി നല്ല കഥാപാത്രങ്ങൾ തന്നെ തേടിയെത്തി. പ്രേമലുവിൽ അഭിനയിക്കാൻ വിളിച്ചപ്പോഴും അതിൻ്റെ റിലീസിന് കാത്തിരുന്നപ്പോഴും ഇതുവരെ ഇല്ലാത്ത എക്സൈറ്റ്മെൻറ്റും ടെൻഷനും ഉണ്ടായിരുന്നു. താൻ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ സ്വീകരണമാണ് സിനിമയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് കിട്ടുന്ന അഭിനന്ദനങ്ങളെല്ലാം റീനു എന്ന ഈ സിനിമയിലെ കഥാപാത്രം എന്നെ വിശ്വസിപ്പിച്ച സംവിധായകൻ ഗിരീഷിനും ടീം പ്രേമലുവിലും ഉള്ളതാണെന്നാണ് നടി പറയുന്നത്. വളരെ പക്വതയോടെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന വളരെ ബോൾഡായിട്ടുള്ള പെൺകുട്ടിയായിട്ടാണ് പ്രേമലുവിൽ റീനു എന്ന ഈ കഥാപാത്രം. പ്രേമലുവിൽ അഭിനയിക്കാൻ ചെന്നപ്പോൾ സംവിധായകൻ ഗിരീഷേട്ടൻ പറഞ്ഞത്, നീ എങ്ങനെയാണോ അങ്ങനെ തന്നെ അഭിനയിച്ചാൽ മതി എന്നാണ്. ആ നിർദ്ദേശം നല്ല കോൺഫിഡൻസ് നൽകി. സൂപ്പർ ശരണ്യയിൽ ഇതേ ടീമിനൊപ്പം പ്രവർത്തിച്ചതിന് ആദ്യം തന്നെ കംഫർട്ടബിളായി അഭിനയിക്കാൻ സാധിച്ചു. സിനിമ കണ്ടവരെല്ലാം അവരുടെ വീട്ടിലെ കുട്ടിയെപ്പോലെ, അടുത്ത കൂട്ടുകാരിയെ പോലെയെല്ലാം റീനുവിനെ കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നു. അഭിനേത്രി എന്ന നിലയിൽ അത്തരം അഭിപ്രായങ്ങൾ മുന്നോട്ടുള്ള യാത്രയ്ക്ക് പ്രചോദനം നൽകും. GV പ്രകാശ് നായകനാകുന്ന റിബൽ എന്ന സിനിമയിലൂടെയാണ് തമിഴിൽ അരങ്ങേറ്റം കുറിക്കുന്നത്. വൈകാതെ തമിഴ് ചിത്രം തിയേറ്ററിലെത്തും. ഇതിനു മുമ്പ് തമിഴിൽ സൂര്യസാറിനോടൊപ്പം ഒരു സിനിമ ചെയ്തെങ്കിലും അത് പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ടു. റിബൽ നല്ലൊരു എൻട്രി തമിഴിൽ നൽകുമെന്നാണ് പ്രതീക്ഷ എന്നാണ് മമിത ബൈജു പറയുന്നത്.